എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നോക്കുന്നുണ്ടോ? അപ്പം ഏത് കോളേജിലാണ് ചേർക്കേണ്ടത്, ഏത് കോഴ്സാണെന്ന് ചേർക്കേണ്ടത്? ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ വിട്ടിട്ടുണ്ടെങ്കിൽ പ്ലേസ്മെൻറ്റ് നല്ല രീതിയിൽ കിട്ടുമോ, അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ ഇപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് പ്ലേസ്മെൻറ്റ് നമുക്ക് ചാൻസസ് ഉണ്ടാവുമോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ ഇതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കേണ്ടത്? ഇപ്പം അതുപോലെ എഐൻ്റെ വരവ് കൂടെ പല മേഖലയിലുള്ള കോഴ്സുകൾക്കും ഡിമാൻഡ് കുറയും, ചില മേഖലയിലുള്ള കോഴ്സുകൾക്ക് ഡിമാൻഡ് കൂടും. അപ്പോൾ പഴയ ചോയ്സുകളൊന്നും ഇനി ഫ്യൂച്ചറിൽ ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ കുറച്ചും കൂടി ഇതിനെ ആലോചിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റാങ്കിങ്ങും പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സും അവിടെ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എല്ലാം നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കാം കേരളത്തിൽ അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ തമിഴ്നാടോ എവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ഫ്യൂച്ചർ കരിയർ പ്ലാനിന് സൂട്ടബിളായിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് ഇൻഫോം ഡിസിഷൻ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെത് എവിടെ പഠിക്കണം, പിന്നെ ഏത് കോഴ്സ് എടുക്കണം, അതിനെക്കുറിച്ച് വിശദമായിട്ട് കരിയർ കൗൺസിലിംഗ് ആവശ്യപ്പെട്ടുള്ള ആൾക്കാർ നമ്മളെ ബന്ധപ്പെടുക. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കുവൈറ്റിൽ ഇന്ത്യയിൽ പിന്നെ കേരളത്തിൽ നിന്ന് തന്നെ പഠിച്ച നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച പല പിള്ളേർക്കും അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. കുറേ കാലം അവർ വിസ പുതുക്കൂല എന്നെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് അതിൻ്റെ അകത്ത് കുറച്ച് റിലാക്സേഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല പുറത്തേക്ക് പോകുന്നപ്പോൾ അപ്രൂവ്ഡ് ആയിരിക്കണോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള നോക്കേണ്ടി വരും. അപ്പം വിശദമായ കരിയർ കൗൺസിലേക്ക് ബന്ധപ്പെടുക. ഗ്ലോബൽ സ്കിൽസ് 8289963033. താങ്ക് യു.